ഒരു വർഷത്തിൽ ഇത്രയും അധികം ദിവസങ്ങൾ ഉണ്ടായിട്ട് താങ്കൾക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യജീവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തന്നെ വലിഞ്ഞേറി വരാൻ സാധിക്കുന്നത്? ഈ താങ്കൾക്ക് എങ്ങനെയാണ് ഈ മൈഗ്രെയിൻ എന്നുള്ള നെയിം എങ്ങനെയാണ് കിട്ടുന്നത്? ഈ തലവേദന വന്ന ദിവസങ്ങളിൽ ആളുകൾ മൈ വെച്ചുള്ളൊരു പ്രത്യേക പദപ്രയോഗം തുടരെ ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട എൻ്റെ അച്ഛനാണ് എനിക്ക് പേരിട്ടത്. ഈ തലവേദന എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യന്മാരും ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു ഐറ്റം അല്ലേ? ഇങ്ങനെ വെറുക്കപ്പെട്ടവനായി ജീവിക്കുന്നതിനെ പറ്റി എന്താണ് താങ്കൾക്ക് അഭിപ്രായമുള്ളത്? ആക്ച്വലി ഐ ഡോണ്ട് കെയർ. നല്ലവനായ യേശു ക്രിസ്തുവിനെ വരെ കുരിശിൽ കയറ്റിയ ലോകമുള്ളത്. ഈ കല്യാണത്തിന് മുന്നേ തലവേദന ഇല്ലാത്ത ആളുകൾക്ക് കല്യാണത്തിന് ശേഷം കൂടുതലായി തലവേദന അനുഭവപ്പെടുന്നു. എല്ലാ തലവേദനയും ഞാനല്ല. പിന്നെ കല്യാണം എന്ന് പറയുന്നത് തന്നെ ഒരു തലവേദനയാണല്ലോ. ഓരോരുത്തർക്കും ഓരോ ഫാൻറ്റസീസ് ഒക്കെ ഉണ്ട്. താങ്കളുടെ ഒരു ഫാൻറ്റസി എപ്പോൾ കയറി ചെല്ലുമ്പോഴാണ്? ഈ സ്ട്രെസ്ഫുള്ളായ ജീവിതത്തിൻ്റെ ഇടയിൽ ആളുകൾ 2-3 ദിവസത്തേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യും. അപ്പോൾ ഈ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ അവർ പോലും അറിയാതെ ചെറിയൊരു തലവേദന, ചെറിയൊരു ഛർദിയൊക്കെ ആയിട്ട് ഞാനങ്ങോട്ട് പ്രത്യക്ഷപ്പെടും. ട്രിപ്പും കൂളമായി ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാതെ, എൻജോയ് ചെയ്യേണ്ട ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്യാൻ പറ്റാതെ അവരിങ്ങനെ നിലവിളിച്ച് കാറിലിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഫീല്, അതാണ് എൻ്റെ ഫാൻറ്റസി.